ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJD അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായാണ്. അത് എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക, മറ്റുള്ളവർക്കും ഉപകരിക്കട്ടെ. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ അതിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം ലൈക്കും കമൻറ്റും ചെയ്യുക. മാറ്ററിലേക്ക് വരാം. കേരള സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ കടാശ്വാസത്തിനായി കർഷകരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. മുഖ്യ വരുമാന മാർഗം കൃഷിയോ കാർഷിക ജോലിയോ ആയിരിക്കുന്നവർ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. പാട്ടത്തിനോ കരാർ വ്യവസ്ഥയിലോ എടുത്ത ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, വീട് നിർമ്മാണം, അറ്റകുറ്റപ്പണി, ചികിത്സ എന്നീ ആവശ്യങ്ങൾക്ക് എടുത്ത വായ്പകൾക്കും ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. കടം എടുത്ത ആൾ മരണപ്പെട്ടു പോയെങ്കിൽ അവരുടെ അനന്തരാവകാശിക്ക് അപേക്ഷിക്കാം. കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്തവർക്കാണ് ഈ ആനുകൂല്യത്തിനുള്ള അവസരം. മറ്റ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തവർക്ക് ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ അർഹരല്ല. നിലവിൽ ഈ ആനുകൂല്യത്തിന് അർഹരായിരിക്കുന്നത് ഇടുക്കി, വയനാട് ജില്ലകളിൽ 2020 ഓഗസ്റ്റ് 31 വരെയും മറ്റ് ജില്ലകളിൽ 2016 മാർച്ച് 31 വരെയും വായ്പ എടുത്ത കർഷകരാണ്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് എന്തൊക്കെ രേഖകൾ വേണം എന്ന് നോക്കാം. നികുതി അടച്ച രസീത്, കൃഷി ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ കർഷക തൊഴിലാളി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, കടമെടുത്തയാൾ മരിച്ചുപോയെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവ സഹിതം സെക്രട്ടറി, കേരള സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ, അഗ്രികൾച്ചറൽ അർബൻ മാർക്കറ്റ്, വെൺപാലവട്ടം PO, ആനയറ, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. അപേക്ഷകൾ കടാശ്വാസ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.